ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിവിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇന്നൊരു 1 kV ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ലിഥിയം ബാറ്ററി പാക്കുള്ള ഒരു ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി വരുന്ന ഒരു 1 kV ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന UTL സോളാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 590 വാട്ട്സ് ടോപ്പ് കോൺ ടെക്നോളജിയിൽ വരുന്ന ബൈഫേഷ്യൽ പാനലാണ്. ഇവിടെ ഒരു സിംഗിൾ പാനലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 യൂണിറ്റ് മുതൽ 3 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ സാധിക്കുന്നതാണ്. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ എപ്പോഴും നമുക്കറിയാം നമ്മുടെ ഉപയോഗം പോലെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 1.2 kWh ബാറ്ററി പാക്ക് ഒരു സിസ്റ്റമാണ് വരുന്നത്. അതായത് 1.2 യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് 80% വരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് രാത്രി സമയത്ത് 1 യൂണിറ്റോളം ഡിസ്ചാർജ് ചെയ്തെടുക്കാം. ഈ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ഒരു ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റമാണ്. വാൾ മൗണ്ട് ആണ് സിസ്റ്റം. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ ഹാഫ് കട്ട് പാനലാണ്. ടോപ്പ് കോൺ ടെക്നോളജിയിൽ ബൈഫേഷ്യൽ വരുന്ന 590 വാട്ട്സ് ആണ് വരുന്നത്. ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി വരുന്ന സിസ്റ്റത്തിൽ നമുക്ക് 2 പാനൽ വരെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് 106 വോൾട്ടാണ് പാനൽ സപ്പോർട്ട്, അതായത് പാനൽ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാനലോട് നമുക്ക് സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പാനൽ മുതൽ ഇൻവെർട്ടർ വരെ ഏകദേശം 20 മീറ്ററോളം വൺ സൈഡ് ലെങ്ത് വരുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്നുണ്ട്, കുറച്ചധികം ബെൻഡുകളും തിരിവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 6 സ്ക്വയർ mm DC കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പൊതുവെ നമ്മൾ മുൻപും വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ടോപ്പ് കോൺ ടെക്നോളജിയിലുള്ള ആംബിയർ കൂടുതലുള്ള പാനലുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും 6 സ്ക്വയർ mm DC കേബിൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4 സ്ക്വയർ mm ആണെങ്കിൽ മിനിമം രീതിയിൽ നമുക്ക് 4 സ്ക്വയർ ആണെങ്കിലും മതി. എങ്കിലും ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ട് അല്ലെങ്കിൽ ഭാവിയിലേക്ക് കേബിളുകൾ ഉരുകി പോകാതെയോ അല്ലെങ്കിൽ മറ്റ് ഡാമേജുകളൊന്നും വരാതെ തന്നെ നമ്മൾ 6-ന്റെ കേബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് XLP റേറ്റഡ് ആയിട്ടുള്ള 2 ഇൻസുലേഷൻ വരുന്ന DC കേബിൾസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ലൈറ്റ് ലോഡുകളെല്ലാം തന്നെ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് ഹെവി ലോഡുകളൊന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി വരുന്ന ഒരു സിംഗിൾ പാക്ക് സിസ്റ്റമാണ്. അതായത് ബാറ്ററിയും ഇൻവെർട്ടറും അതിൻ്റെ BMS എല്ലാം കൂടെ ചേർത്ത് ഒറ്റ സിംഗിൾ പാക്ക് വാൾ മൗണ്ട് അല്ലെങ്കിൽ വാൾ ഹാങ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. ഏകദേശം ഒരു 15 കിലോയ്ക്ക് മുകളിലാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റമാണ്. അതായത് പിന്നീട് ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഒരു ചെറിയ ഒതുങ്ങിയ ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫ്രീ എയർ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം എന്ന് മാത്രം. ഇതിന് നല്ല കൂളിംഗ് വെന്റിലേഷൻസും കൂളിംഗ് ഫാനുകളൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, ആ ഇൻവെർട്ടറിനെ പറ്റി മാത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക്. ഇതൊരു 1 kV സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു ബേസിക് ബാക്കപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അതായത് നമുക്ക് ദിവസം ഒരു 2 യൂണിറ്റ് വരെ നമ്മുടെ ടോട്ടൽ ഉപയോഗത്തിൽ സേവ് ചെയ്യാം. കൂടാതെ ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ ബാറ്ററി നമുക്ക് ലിഥിയം ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇൻവെർട്ടറിനും ബാറ്ററിക്ക് 5 വർഷം വാറണ്ടി ഓൺ സൈറ്റ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വലിയ അഡ്വാൻറ്റേജസ് ആണ്. സാധാരണ കൺവെൻഷനലായിട്ട് നമ്മൾ ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 AHൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ അതേ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ, അതായത് ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ അത്യാവശ്യം എല്ലാ മുറിയിലെ ഫാനുകൾ, ലൈറ്റുകൾ, അതുപോലെ തന്നെ LED TVകൾ, ഇനി സിംഗിൾ ഡോറോ ഡബിൾ ഡോറോ ഒക്കെ ഇൻവെർട്ടർ ടെക്നോളജിയുള്ള ഫ്രിഡ്ജുകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്. സാധാരണ ഒരു ഇൻവെർട്ടർ ഇപ്പോൾ നമ്മൾ 200 AHൻ്റെ 150 AHൻ്റെ ഒരു ബാറ്ററി വെച്ച് ഒരു ഇൻവെർട്ടറും MPPT അല്ലെങ്കിൽ ഇൻബിൽറ്റ് MPPT വരുന്ന ഇൻവെർട്ടറൊക്കെ ഉപയോഗിക്കുന്ന വരെ ഇത്തരത്തിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സാധാരണ വീടുകൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് ഓഫ് ഗ്രിഡ് ആയിക്കോട്ടെ, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ പവർ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി ഐഡിയാസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ വളരെ ഉപയോഗപ്രദമാണ്. അപ്പോൾ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടീമാണ്. അതുപോലെ തന്നെ B ക്ലാസ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി, അതുപോലെ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട ഡ്രോയിങ്ങുകൾ, കൺസൾട്ടൻസി വർക്കുകൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന UTL സോളാറിൻ്റെ പാനലാണ്. ഇതിൻ്റെ നെയിം പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാനൽ വാട്ട്സ് കാണാൻ സാധിക്കും. 590 വാട്ട്സ് ആണ്. ടോപ്പ് കോൺ സീരീസിൽ വരുന്ന അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ വരുന്ന പാനലാണ്. ഹാഫ് കട്ടാണ് പാനൽ. 144 സെല്ലാണ് ഇതിൽ വരുന്നത്. ഇവിടെ നമ്മൾ 40 mm അല്ലെ 40x40 × 1.4, അതായത് 16 ഗേജിൻ്റെ GP പൈപ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോക്സി 2 കൂട്ടൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറോഷൻ ഫ്രീ ആയിട്ടുള്ള സ്ക്രൂകൾ കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ക്ലാമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്.
ഇവിടെ നമ്മൾ 6 സ്ക്വയർ എമ്മിൻ്റെയാണ് DC കേബിൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് വീണ്ടും ഒരു പാനലിലൂടെയൊക്കെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ സിസ്റ്റത്തിൽ നമുക്ക് ഈ സെയിം വയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പാനലിലൂടെയൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോളാർ പാനൽസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഓപ്പൺ സ്പേസ് ആയിരിക്കണം. അതുപോലെ തന്നെ തണലിനുള്ള സാധ്യത ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഒരു 5 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പല സ്ഥലങ്ങളിലും സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പ്രൊഡക്ഷൻ വളരെ കുറവായിട്ട് കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഷെയ്ഡ് ശ്രദ്ധിക്കാതെ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് ഒരുപാട് തണലുണ്ട്, ഒരു തരത്തിലും വെയിൽ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഒന്നെങ്കിൽ തണൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും സ്ഥലം ഇതിനുവേണ്ടി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ടോപ്പ് കോൺ പാനൽസ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ 6 സ്ക്വയർ എം മിനിമം DC കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. 4 സ്ക്വയർ എം DC കേബിൾ നമുക്കൊരു 550 വാട്ട്സ് വരെയൊക്കെയുള്ള നോർമൽ പാനലുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ പൊതുവേ നമ്മൾ എല്ലാ ഇൻസ്റ്റലേഷൻസും പൂർത്തിയാക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, കേബിൾ ലെങ്ത് ഒരിക്കലും 10 മീറ്റർ അല്ലെങ്കിൽ വിത്തിൻ 10 മീറ്ററോ അല്ലെങ്കിൽ 15 മീറ്ററിലോ നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളെങ്ങനെയാണെങ്കിലും കേബിളുകൾ അറേഞ്ച് ചെയ്ത് ഏറ്റവും ഒതുങ്ങിയ രീതിയിൽ വൃത്തിയിൽ ബെൻഡൊക്കെ ഇട്ട് വളച്ച് തിരിച്ച് താഴെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും 20 മീറ്റർ സാധാരണ ഇതിൽ വരാറുണ്ട്, പ്രത്യേകിച്ച് ഡബിൾ സ്റ്റോറേജ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേബിൾ ലെങ്ത് 20 മീറ്ററോളം വരുന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 6-ൻ്റെ കേബിൾ തന്നെ ഉപയോഗിക്കുക. നോർമലി നമുക്ക് 4-നെക്കാട്ടിലും ഏകദേശം ഇരട്ടി വിലയോളം 6-ൻ്റെ കേബിളിന് വിലയുണ്ടെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു വൺ ടൈം ഫ്യൂച്ചർ പ്രൂഫായിട്ട് ചെയ്യുക എന്നുള്ള നിലയിൽ 6-ൻ്റെ കേബിൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇൻബിൽട്ട് ലിഥിയം ബാറ്ററി സപ്പോർട്ടോടെ വരുന്ന ഇൻവെർട്ടറിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇത്തരത്തിലാണ്. വാൾ മൗണ്ട് സിസ്റ്റമാണ്. ഏകദേശം ഒരു 2 അടിയോളം ഉയരം വരുന്നുണ്ട്, 60 സെൻറ്റിമീറ്ററോളാണ് ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചോളമാണ് മുന്നോട്ട് പ്രൊജക്ഷൻ വരുന്നത്. മുകളിൽ 2 കൂളിംഗ് ഫാനുകൾ കൊടുത്തിരിക്കുന്നതാണ്. ഇനി വീതി നോക്കുകയാണെന്നെങ്കിൽ 1.25 അടിയോളം വീതി വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒതുങ്ങിയ സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നല്ല ഫ്രീ ഉള്ള സ്ഥലം വേണം, കാരണം ലിഥിയം ബാറ്ററി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂളിംഗ് വേണ്ട ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ നമ്മൾ എല്ലാൻ്റെയും ഒരു 32 ആംപിയറിൻ്റെ DC MCU പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 വേ പ്രീമിയം DB ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 6 സ്ക്വയർ എമ്മിൻ്റെ DC കേബിളിൽ നേരെ താഴത്തേക്ക് വരുന്നു. ഇവിടെ നമുക്ക് സോളാർ പാനൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC ഔട്ട് വരുന്ന ഒരു 6 ആംപിയർ സോക്കറ്റിലാണ്. 2 കൂളിംഗ് ഫാനുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ചിന് മുകളിൽ ക്ലിയറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂളിംഗ് ഫാനുകൾക്ക് നല്ല എയർ ത്രോ കിട്ടാനായിട്ട്. സിസ്റ്റത്തിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ്. വാൾ മൗണ്ടാണ് സിസ്റ്റം വരുന്നത്. ഏകദേശം 15 കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഡിസ്പ്ലേയിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും. KSCB ചാർജിങ് ഓഫ് ചെയ്യാൻ സാധിക്കും. UTL സോളാർ ലിഥിയം അയൺ സീരീസ് ആണ്. ഗമ പ്ലസ് ലിഥിയം അയൺ 1200 എന്നാണ് മോഡൽ നമ്പർ. 1.2 kWh ആണ് ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നല്ല എഫിഷ്യൻസി ഉണ്ടാവും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു DC MCU കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ബാറ്ററി എന്നുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം. കൂടാതെ ഇവിടെ ഒരു AC പവർ കോഡ് കൊടുത്തിട്ടുണ്ട്, KSCB ഇൻപുട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് പോസ് ചെയ്യാനായിട്ട് നമുക്ക് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആരോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാല്യൂസ് വാച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ KSCB മെയിൻസ് 240 വോൾട്ട് 50 ഹെർട്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ളാണ്, ലോഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആംബിയർ ചാർജിങ് ആംബിയർ 0 ആണ് കാണിക്കുന്നത്. ഔട്ട്പുട്ട് 219 വോൾട്ട് ഉണ്ട്, 50 ഹെർട്സ് തന്നെയാണ്. 0% ആണ് ഇപ്പോൾ ലോഡ് ഉള്ളത്. പാനൽ വോൾട്ടേജ് 46.6 ഉണ്ട്. 0.9 ആംസ് ആണ് പാനലിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. PCU മോഡാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. PCU ഹൈബ്രിഡ് സ്മാർട്ട് 3 മോഡുകളുണ്ട്. ഗാമ പ്ലസ് ഇൻവെർട്ടറുകളെല്ലാം തന്നെ ഉള്ളതുപോലെ PCU മോഡാണ് മാക്സിമം സേവിങ്സ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഗ്രിഡ് ചാർജിങ് ഇനേബിൾ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെർട്ടർ സെൻസ് ചെയ്തുകൊണ്ട് ഗ്രിഡ് ചാർജിങ്ങിലേക്ക് പോകുന്നതാണ്. PCU മോഡ് വിത്ത് ഗ്രിഡ് ചാർജിങ് ഇനേബിൾഡ് ആണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും സേവിങ്സ് കിട്ടുന്നതായിട്ടുള്ള മോഡ്. സാധാരണ ഒരു വീട്ടിലുള്ള ഹെവി ലോഡുകൾ ഒഴികെ എല്ലാ ലൈറ്റ് ലോഡുകളും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. 1000 വാട്ട്സ് വരെ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 1 kV ആണ് സിസ്റ്റം കപ്പാസിറ്റി എങ്കിലും ഒരു 750 വാട്ട്സിന് താഴെയുള്ള എല്ലാ ലോഡുകളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് എന്നുള്ള രീതിയിലുള്ള സിസ്റ്റമാണ്. പിന്നീട് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയോ ഒന്നുമില്ല. സിസ്റ്റത്തിൽ ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് മാത്രം ഒന്ന് എൻഷുർ ചെയ്താൽ മതി. വല്ലപ്പോഴും 1.2 യൂണിറ്റ് വരെ വൈദ്യുതി ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. രാത്രി സമയത്തുള്ള 2-3 ഫാനുകൾ, ലൈറ്റുകൾ എല്ലാം തന്നെ നമുക്ക് ബാക്കപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ ഒരു
150 H ബാറ്ററിയുടെ അതേ ബാക്കപ്പാണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നത്. കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഉണ്ടാവും. സാധാരണ ഒരു ഇൻവെർട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2 മുതൽ 3 യൂണിറ്റ് വരെ വൈദ്യുതി സേവിങ് ഉണ്ടാവും. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ പറ്റിയോ അല്ലെങ്കിൽ സോളാർ എനർജിയെ പറ്റിയോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.